ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് മുഖാന്തരമായി തീരും. ദൈവശബ്ദം നമ്മെ ഒരു പുതിയ ദൗത്യമേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഒരിക്കൽ കൂടെ ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തിരുവചനവുമായി അടുത്തു വരുവാൻ ലഭിച്ച നല്ല സുലഭ നിമിഷത്തിന് ദൈവ മഹത്വവും സ്തുതിയും ഒക്കെ കരയേറ്റുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറഞ്ഞ് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലെ ഒരു വേദഭാഗത്തേക്ക് ശ്രദ്ധയെ തിരിച്ച് ഈ തിരുവചനത്തിലേക്ക് വിശദീകരണം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. 10-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെ എന്നോട് സംസാരിച്ചു. നീ ചെന്ന സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട് ഇത് വാങ്ങി തിന്നുക. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കുമ്പോൾ, ദൈവശബ്ദത്തെ നാം അനുസരിക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലായി. ഒന്നുകൂടെ പറയുന്നു, അതിൻ്റെ തലക്കെട്ട് കൊടുത്താൽ ദൈവശബ്ദത്തെ അനുസരിക്കുക. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ ഓരോ ദൈവശബ്ദത്തിൻ്റെയും പിറകിൽ ഓരോ ദൈവീക ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ പറ്റും. ഇവിടെയും സ്വർഗത്തിൽ നിന്ന് കേട്ട ആ ദൈവശബ്ദത്തിൻ്റെ പിറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഏതൊരു പഴയ നിയമത്തിലുടനീളം ദൈവശബ്ദത്തിന് കാതോർത്തിരുന്ന, അല്ലെങ്കിൽ ദൈവശബ്ദത്തിന് കാതുകൾ കുറിപ്പിച്ച മനുഷ്യരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതമെല്ലാം ധന്യമായി തീർന്ന അനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവശബ്ദ നിമിത്തം ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായവരെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത്, ഏതൊരു ദൈവശബ്ദത്തിൻ്റെയും പിറകിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ഇവിടെ നാം ദൈവശബ്ദത്തെ അനുസരിക്കുകയാണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് കേട്ട ആ ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. സ്തോത്രം. എത്ര മധുരമായ ഒരു കാര്യമാണ്. ഒരു അതോറിറ്റി നമ്മോട് പറയുന്ന ഒരു കാര്യത്തെ നാം ഒബേ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ബ്ലെസ്സിങ് ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. സ്തോത്രം. അവിടെ നാം മനസ്സിലാക്കുന്നിടത്തോളം ദൈവശബ്ദം ഏതൊരു കാലഘട്ടങ്ങളിലും ഏതൊരു വ്യക്തിത്വത്തെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. ആ ദൈവശബ്ദം കേട്ട വ്യക്തിത്വങ്ങൾ അതിനനുസൃതമായി ചുവടുവെച്ചപ്പോൾ അവർക്കെല്ലാം ദൈവം നിയോഗത്തിൻ്റെ ആഴമാണ് വെളിപ്പെടുത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ എളിയ സമയപരിധിയിൽ നിന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ പറയട്ടെ, ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് മുഖാന്തരമായി തീരും. ദൈവശബ്ദം നമ്മെ ഒരു പുതിയ ദൗത്യമേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ദൈവശബ്ദത്തിനു വേണ്ടി നമ്മുടെ ചുവടുകൾ, നമ്മുടെ കാതുകൾ കൂർപ്പിക്കുക. കാലഘട്ടത്തിൻ്റെ ചില മർമ്മങ്ങൾ, കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് മറനീക്കി നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വെളിപ്പാട് എന്നത് മറനീക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയരെ, മറനീക്കി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന ദൈവശബ്ദത്തിന് മുമ്പിൽ നാം കാതോർക്കുകയാണെങ്കിൽ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് സ്തോത്രം, ഒരു ദൈവശബ്ദം കേട്ട്
ഒരു ചെറു പുസ്തകം വാങ്ങുവാൻ അതിൻ്റെ ആ ആലോചനയ്ക്ക് മുമ്പിൽ കീഴ്പ്പെടുന്ന ഒരവസ്ഥയെ നമുക്കതിനകത്ത് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവശബ്ദം നമ്മളെ ഒരു വഴിത്തിരിവിലേക്ക് നയിക്കും. ദൈവശബ്ദം നമുക്ക് ഒരു പുതിയ ദൗത്യം നമ്മെ ഏൽപ്പിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവശബ്ദം കാലഘട്ടത്തിൻ്റെ ശബ്ദമായി മാറും. അതുകൊണ്ട് ദൈവശബ്ദത്തിനു വേണ്ടി ഇനിയും നമ്മുടെ കാതുകൾ കൂർപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് കേട്ട വെളിപ്പാട് പുസ്തകത്തിൽ ആ ദൂതൻ പറഞ്ഞ ശബ്ദത്തിനു മുമ്പിൽ കാതോർത്തിരുന്നതനുസരിച്ച ആ മഹത് വചനത്തെ നമുക്ക് ശിരസ വഹിച്ച് മുന്നേറാം. കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവശബ്ദം ഒരു വഴിത്തിരിവും, ദൈവശബ്ദം ഒരു ദൗത്യമേൽപ്പിക്കുന്നതും, ദൈവശബ്ദം കാലഘട്ടത്തെ വിവേചിക്കുന്നതുമായ ശബ്ദമായി മാറും. അത് നമ്മിലൂടെ ദൈവം അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലെ ഒരു വേദഭാഗത്തേക്ക് ശ്രദ്ധയെ തിരിച്ച്